മുനമ്പത്തെ സമരം അവസാനിക്കും എന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. നാളെ ഞായറാഴ്ചയാണ്. നാളെ മുനമ്പം പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ പള്ളിമുറ്റത്ത് ഔദ്യോഗികമായി സമരം അവസാനിപ്പിച്ചതായിട്ട് 414 ദിവസം തുടർച്ചയായിട്ട് നടന്ന റിലേ സത്യാഗ്രഹം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് കൗതുകകരമായൊരു കാര്യം, ആ സമരം അവസാനിപ്പിക്കാൻ ഇടയാക്കിയ ഒരു കോടതി വിധിയാണ്. അത് ഈ കഴിഞ്ഞ ഒക്ടോബർ 9 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. ജസ്റ്റിസ് എസ് എ ധർമാധികാരിയും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും ചേർന്ന് അവതരിപ്പിച്ച വിധി. ആ വിധിയിലാണ് ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നത് 1950 നവംബർ 1 സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരം ഒരു കാരണവശാലും വഖഫ് ആധാരമല്ല. എന്തുകൊണ്ടെന്നാൽ അത് കണ്ടീഷനിലാണ്. ഈ ഒരു ഫറൂഖ് കോളേജിന് ഈ ഭൂമി വേണ്ടാത്തൊരു സാഹചര്യം വന്നാൽ അത് എൻ്റെ മക്കൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ആ ആധാരത്തിൽ പറഞ്ഞിരിക്കയാൽ അത് വഖഫ് ആധാരമല്ല എന്നൊരൊറ്റ വിധി മതി യഥാർത്ഥത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ. അതിനെ തുടർന്നാണ് ഈ ഒക്ടോബർ 9 ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ തുടർന്നാണ് നമ്മുടെ ഭരണഘടനാ ദിനമായിരുന്ന നവംബർ 26 കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സി ജയേന്ദ്രന്റെ വിധി വന്നത്. അദ്ദേഹം അടിയന്തരമായി ഇവരോട് തടഞ്ഞു വെച്ച നികുതി പിരിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും അവരുടെ നികുതി സ്വീകരിച്ചു തുടങ്ങണമെന്നും ഉള്ള വിധി വന്നത്. ഇതിനകത്ത് സുപ്രധാനമായൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അത് കേരള ഹൈക്കോടതിയല്ല, ഇന്ത്യയിലെ തന്നെ കോടതികളുടെ ചരിത്രത്തിൽ ആദ്യമായി കേരള വഖഫ് ബോർഡിനെ കൊള്ള സംഘം എന്ന് അക്ഷരാർത്ഥത്തിൽ കേരള ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വിധിയിലെ വാക്യം ഇതാണ്. ഈ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒക്ടോബർ 9 വിധിയുടെ 25-ാം പേജിൽ ഇങ്ങനെ അച്ചടിച്ചു വെച്ചിരിക്കുന്നു: മുഴുവൻ നീക്കവും ഒരു തട്ടിപ്പായിരുന്നു. വഖഫ് ബോർഡ് ഈ കേസിൽ ഇതുവരെ നടത്തിയ എല്ലാ നീക്കങ്ങളും, മുനമ്പം പ്രശ്നത്തിൽ നടത്തിയ എല്ലാ നീക്കങ്ങളും ഒരു തട്ടിപ്പായിരുന്നു. വാണിജ്യപരമായ സംഭവവികാസങ്ങൾ കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഉയർന്ന വാണിജ്യ മൂല്യം കൈവരിച്ച ഈ വസ്തുവിൽ, എന്ന് വെച്ചാൽ മുനമ്പം ഭൂമിയിൽ, കണ്ണുവെക്കുന്ന വെറുമൊരു ഭൂമി കൊള്ളക്കാരനെ പോലെയാണ് കേരള വഖഫ് ബോർഡ് പ്രവർത്തിച്ചത്. വഖഫ് ബോർഡിനെ ഖണ്ഡിതമായി കൊള്ളക്കാരൻ എന്ന് വിളിച്ചിരിക്കുന്ന ഒരു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. എന്നോടൊപ്പം തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകനും ചിന്തകനുമായ NM പിയേഴ്സൺ സാറുണ്ട്. മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമേന്ദ്രൻ സാറും ഉണ്ട്. രാമേന്ദ്രൻ സാർ എങ്ങനെ നിരീക്ഷിക്കുന്നു ഈ വിധിയെ? അതായത് കേരള വഖഫ് ബോർഡ് കൊള്ള സംഘമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. യെസ്. പക്ഷേ നമ്മൾ ദേശീയ തലത്തിൽ നോക്കിയാൽ തന്നെ ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം കൊള്ള സംഘമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൻമോഹൻ സിംഗ് അതായത് 1995 ഈ നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇതിൻ്റെ അകത്ത് വലിയ ഭേദഗതി കൊണ്ടുവരുന്നത്. വഖഫ് ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഒരു നിയമത്തിലും കാണാത്ത വണ്ണം ഇഫ് ഇറ്റ് സീംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം അതിൻ്റെ അകത്തുണ്ട്. ഇംഗ്ലീഷ് നമ്മൾ നിയമം നോക്കുമ്പോൾ, അതായത് വഖഫ് ബോർഡിന് തോന്നുകയാണ് ഒരു സ്ഥലം വഖഫാണെന്ന്. ഇഫ് ഇറ്റ് സീംസ് ടു ദി വഖഫ് ബോർഡ് ദാറ്റ് ദിസ് പ്ലേസ് ഇസ് വഖഫ്. സീം എന്ന് പറയുന്ന വാക്കിനാണ് പ്രാധാന്യം. ഇഫ് ഇറ്റ് സീംസ് അതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ഇത് വായിച്ചിട്ട്. ആ കാലത്ത് സത്യമാണ്. ഇഫ് ഇറ്റ് സീംസ്, അതായത് വഖഫ് ബോർഡിന് ഒരു പ്രിയേഴ്സന്റെ കണ്ണായ സ്ഥലം എറണാകുളം ബൈപ്പാസിലൊക്കെ ഉള്ള കണ്ണായ സ്ഥലമാണെങ്കിൽ വഖഫ് ബോർഡിന് തോന്നുകയാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നിയാൽ ഇത് ഏറ്റെടുക്കാം എന്നാണ് നരസിംഹറാവുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഭേദഗതിയിൽ. നരസിംഹറാവു പല കാര്യത്തിലും ഭേദമാണെന്നാണല്ലോ പലരുടെയും ധാരണ. പക്ഷേ ഈ സാധനം വെച്ച് നോക്കിയാൽ നമുക്ക് തോന്നില്ല അയാൾ എന്തിനാണ് ഇതിന് നിന്ന് കൊടുത്തത് എന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ സങ്കുചിത താല്പര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് കാണണമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വന്നിട്ട് എന്തു പറ്റിയെന്ന് വെച്ചാൽ ഹൈദരാബാദിലൊക്കെ വലിയ കേസുകളൊക്കെ വന്നു. പഞ്ചനക്ഷത്ര ഹോട്ടൽ, അവിടെ ഈ മാരിയറ്റ് പോലുള്ള ഹോട്ടലുകളൊക്കെ വഖഫാണെന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് അങ്ങ് ഏറ്റെടുത്തു. പിന്നെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകാർ കേസിനൊക്കെ പോയിട്ട് അവിടുത്തെ ഇത് മാത്രമല്ല, ഈ നരസിംഹറാവുവിൻ്റെ കാലത്ത് ഭേദഗതി വന്നതിൻ്റെ അകത്ത് ഇതൊന്നും ചോദ്യം ചെയ്യാനും പറ്റാത്ത വണ്ണാണ്. വഖഫ് ട്രൈബ്യൂണലിൽ ഇത് ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ രാജ്യത്തെ നിയമം അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകാർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി ഇതെടുത്ത് കളഞ്ഞു വഖഫ് ബോർഡിൻ്റെ അവകാശവാദമൊക്കെ. ഈ നോക്കിയാൽ തന്നെ ഇത് മുമ്പ് ഈ നോക്കിയാൽ മുനിമാർ നോക്കിക്കഴിഞ്ഞാൽ ചില ദേവതമാർ കല്ലായി പോകുന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ വഖഫ് ബോർഡ് ആക്ട് നരസിംഹറാവു എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങ് പോരും. റെയിൽവേ സ്റ്റേഷനൊക്കെ പണ്ട് ഒരു റെയിൽവേ മന്ത്രിയായിരുന്ന ആള് സ്വന്തം പ്രോപ്പർട്ടി ഒക്കെ ആക്കിയില്ലേ, മറ്റേ ബംഗാളിൽ നിന്നുള്ള ആള് എന്ന് പറഞ്ഞതുപോലെ എന്തു പറ്റി?
2013 അവസാനം 2014 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മോദി ഉം. പ്രധാനമന്ത്രിയാണ്. 2014 മൻമോഹൻ സിംഗ് പോകുന്ന പോക്കിൽ അവിടുത്തെ മുസ്ലിങ്ങൾ ഡൽഹിയിൽ കുറേ അപേക്ഷ കൊണ്ട് കൊടുത്തു, നിക്ഷിപ്ത താല്പര്യം മുസ്ലിങ്ങൾ. അതനുസരിച്ചിട്ട് ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങൾ 103 എണ്ണം Number. ബോർഡിന് എഴുതി കൊടുത്തു മൻമോഹൻ സിംഗ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മതിക്കണക്കിന് വോട്ട് വന്നോളാം എന്നിവർ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവുകയെ. ആ കോൺഗ്രസിന് വോട്ട് കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് ആ 103 എണ്ണം. പിന്നെ ഈ കഴിഞ്ഞ മോദി സർക്കാർ പോകുന്നതിന് മുമ്പാണ് ഇത് മുഴുവൻ ആ തീരുമാനം റദ്ദാക്കിയിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. മോദി സർക്കാരാണ് തിരിച്ചേറ്റെടുക്കുന്നത്. 103 പ്രോപ്പർട്ടി ഇത് മറ്റേ ആളുടെ ശവകുടീരാണ്, മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഗതി. ഇനി ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുക. ഉത്തരാഖണ്ഡിലൊക്കെ ഈ ഡിഫൻസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രതിരോധ വകുപ്പിന്റെ സ്ഥലങ്ങൾ കാട്ടുപ്രദേശത്തൊക്കെയാ, വനപ്രദേശത്തൊക്കെ. ഈ ഇവിടെയൊക്കെ കൊണ്ടുപോയി പച്ചയൊക്കെ വിരിച്ചിട്ട്, പുതപ്പൊക്കെ വിരിച്ചിട്ട് ഇത് ഇന്നയാളുടെ കുഴിമാടമാണ്, ഖബറാണ്, ഇന്ന സൂഫിയുടെ ഖബറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഡിഫൻസ് പ്രോപ്പർട്ടിയുടെ അകത്താണേ ഇത്. 100 കൊല്ലം മുമ്പേ ഈ ഖബർ ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏത് മിനിഞ്ഞാന്ന് കൊണ്ട് സ്ഥാപിച്ചാണ് ഈ ഖബർ, എന്നിട്ട് ഇത് മുഴുവൻ വഖഫാണെന്ന് പറയുക. ഇങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന വഖഫ് പ്രോപ്പർട്ടി ഈ മൻമോഹൻ സിംഗ് പോകുമ്പോൾ 10 ലക്ഷം ഹെക്ടറായിട്ട് വളർന്ന് വികസിച്ച് നിൽക്കുകയാണ്. അതിന് വഴിവെച്ചത് ഈ നരസിംഹറാവുവിന്റെ ആ ഭേദഗതിയാണ്. അപ്പൊ ഈ പിന്നെ ഈ ഒവൈസി പോലുള്ള ചില കഥാപാത്രങ്ങളിലെ ഹൈദരാബാദ്, അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാ മോസ്കിന്റെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ട് അയാളുടെ കച്ചവടമൊക്കെ. എന്തായാലും ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്ന വഖഫ് ബോർഡ് പോലുള്ള ഒരു പുണ്യ കേന്ദ്രത്തെ, പുണ്യ സ്ഥാപനത്തെ നിശിതമായി ഒരുപക്ഷെ ഒരു കോടതി വിധിയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്രയും ഹാർഷായ ഭാഷയിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആക്ഷേപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിരൂക്ഷമായി ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം. ഈ വിധിയെക്കുറിച്ച് എന്താണ്? ഇതിൻ്റെ നമ്മൾ ആ വിധി വരുന്ന സമയത്ത് നേരത്തെ ഇപ്പോൾ രാമേന്ദ്രൻ സൂചിപ്പിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഭൂമി വക്കഫിൻ്റെ ആണ് എന്ന് പറഞ്ഞ് വക്കഫ് എടുത്തുകൊണ്ട് വന്ന പരിപാടി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ വിധിന്യായത്തിലല്ലേ പറഞ്ഞത്, ഇങ്ങനെ ആയാൽ താജ്മഹൽ നിങ്ങൾക്ക് വക്കഫ് ഭൂമിയാക്കാം എന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഭൂമി നിങ്ങൾക്ക് അല്ലേ, എന്തും വക്കഫാക്കാം എന്ന് പറയുന്ന വലിയൊരു പരാമർശം ഹൈക്കോടതി അന്ന് നടത്തിയിരുന്നു. അത് ഇതിൻ്റെ ഇങ്ങനെ ഒക്കെ ഉള്ള അടിസ്ഥാനത്തിലാണ്. ഈ മുനമ്പം ഭൂമിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, മുനമ്പം ഭൂമിയിലേക്ക് ഈ 600 കുടുംബങ്ങൾ വരുന്നത് അവരവരുടെ പണം കൊടുത്ത് വില കൊടുത്ത് അവർ വാങ്ങി. അത് ഒരു ദിവസം വാങ്ങിച്ചല്ല, പല കാലങ്ങളിലായിട്ട് പല മാസങ്ങളും പല വർഷങ്ങളുമായിട്ട് വാങ്ങി. ഇത് വഖഫിന്റെ ഭൂമി ആയിരുന്നെങ്കിൽ എന്തേ അന്ന് ഈ ഭൂമി രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉന്നയിക്കാൻ ആരുമില്ലാതിരുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും ഒരാൾ വേണം. ഒരു ദിവസമാണത് ഇങ്ങനെ കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതങ്ങനെയല്ല, പല വർഷങ്ങൾ, നിരവധി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ അവസാനം ആണ് ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്നുള്ള വെളിപാട് ഇവർക്കുണ്ടാവും. അല്ലേ? അതെന്തൊരു മര്യാദകേടാണ്. എനിക്ക് ഒരിക്കലും മനസ്സിലായി. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എവിടെ ആയി കഴിഞ്ഞാലും ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നതായിട്ടുള്ള ഭൂമിയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് നിങ്ങളുടെ ഭൂമിയല്ല വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറയാനുള്ള അവകാശം എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവർക്ക് വേണമെങ്കിൽ അന്ന് തടയാമായിരുന്നു. ഇവരാരും ഭൂമി മേടിക്കാൻ അങ്ങനെ ചെല്ലില്ലായിരുന്നു. ഈ ഭൂമി വഖഫ് കൊണ്ടുപോയിരിക്കട്ടെ, അവർക്ക് പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്താണ്, അവരധ്വാനിച്ച് അവരുടെ രക്തം ഉണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി, അതും സർക്കാർ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് തലമുറകളായി താമസിച്ചുകൊണ്ടിരിക്കുകയും കൈമാറ്റം ചെയ്യും. ഒരു സുപ്രഭാതത്തിൽ കൈമാറ്റം ചെയ്ത് പല ഭൂമികളും കൈമാറ്റം ചെയ്ത് വാങ്ങിച്ചാണ്. എന്നിട്ട് അത് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്ഭുതത്തോട് കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിന്റെ എല്ലാ മതിലുകളിലും ഈ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് വലിയ പോസ്റ്റർ അതെന്തിനാ അങ്ങനെ ക്യാമ്പയിൻ ചെയ്യാൻ നടക്കണേ? അങ്ങനെ വരുന്ന സമയത്താണ് ഇത് വർഗീയമായ ഒരു വിഷയമായിട്ട് മാറുകയും അതൊരു പ്രശ്നമായി തീരുകയും ചെയ്തത്. പക്ഷെ മുനമ്പത്ത് എന്താ സംഭവിച്ചത്? മുനമ്പത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷ കമ്മിറ്റികളാണ് പിന്നെ കണ്ടത്. വലിയ ആഘോഷമായിരുന്നു അവിടെ. ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇത് ഏറ്റെടുത്ത് നിങ്ങളുടെ രക്ഷകൻ ഞങ്ങളാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലുകയും അവസാനം
അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിയപ്പെടുകയും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. രാമേന്ദ്ര സാറ് കൂടി കമന്റ് ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ വന്നിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രം പാസ്സാക്കിയ വഖഫ് ഭേദഗതി ബില്ല് ആൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ സാറ് പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ വളരെ പ്രധാനമാണ്, റെലവൻ്റ് ആണ്. അതിന് പരിഹാരം കാണാൻ വഖഫ് ഭേദഗതി ബില്ലിന് പറ്റുകയും ചെയ്യും. പക്ഷെ നിർഭാഗ്യവശാൽ മുനമ്പം ഇഷ്യൂ പരിഹരിക്കുന്നതിൽ കേന്ദ്രം പാസ്സാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നും ഇപ്പോഴും ആവശ്യമില്ല എന്നുമാണല്ലോ. ഇപ്പോൾ 1950 നവംബർ 1 ആധാരത്തെ മാത്രം ആധാരമാക്കി വേണമെങ്കിൽ ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച് പോലെ ബെഞ്ചിന് എന്നോ വിധിക്കാമായിരുന്നല്ലോ വിധി. തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ റവന്യൂ വകുപ്പിന് നികുതി എന്നോ പിരിക്കാമായിരുന്നല്ലോ, നികുതി എന്നോ സ്വീകരിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ അർത്ഥം സത്യത്തിൽ കേന്ദ്രത്തിന്റെ വഖഫ് ഭേദഗതി ബില്ലിന് മുനമ്പത്തൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥ വന്നുവിട്ടില്ലേ സർ? ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കേന്ദ്ര തലത്തില് പാസ്സാക്കിയിട്ടുള്ള ഈ വഖഫ് ഭേദഗതി ബില്ലില്ലാതെ തന്നെ മുൻപം പ്രശ്നം പരിഹരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേട്ട് മറ്റേ ഫറൂഖ് കോളേജിന് വിറ്റപ്പോ ആധാരത്തില് ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ തിരിച്ചെടുക്കുന്നു, എന്റെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പൊ വഖഫ് ആണെങ്കിൽ തിരിച്ചെടുക്കുന്ന പരിപാടി അൺകണ്ടീഷണലായിരിക്കണം, അങ്ങനെയായിരിക്കും. ഇത് തിരിച്ചെടുക്കും എന്ന് പറയുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു അതിന്റെ ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാതെ പോയതിന്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തമാണ് യഥാർത്ഥത്തിൽ. ഒരു ദുരന്തമാണ് ശരി. ആ ദുരന്തം എന്ന് പറയുന്നത് ഈ കോടതിക്കും അതേപോലെ തന്നെ ട്രിബ്യൂണലിലും എല്ലാവർക്കും ഇതിന്റെ അകത്ത് ഒരു പ്രശ്നം വന്നു. എന്താണെന്നറിയോ, അങ്ങനെ ഈ സേട്ട് എഴുതി വെച്ചിട്ട് പോലും കേരളത്തിലെ വഖഫ് ബോർഡ് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്ന സ്ഥലത്താണ് മിസ്റ്റർ പെരേര പ്രത്യക്ഷപ്പെടുന്നത്. കൊള്ളസംഘം തലവൻ മുതലക്കിട്ട് കൊടുക്കുന്നു പറയുന്ന ആ പാർട്ടി, ഇത് സലാഹുദ്ദീനോ ഏതോ ഒരുത്തൻ വഖഫ് ബോർഡ് ചെയർമാൻ പ്രത്യക്ഷപ്പെട്ടു, കൊള്ളസംഘം തലവൻ. പുള്ളി പറയുന്നതാണ് പിന്നെ CPM പിണറായി വിജയനൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും CPMന്റെ നയം എന്താണെന്നറിയോ, ഹൈക്കോടതി ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതാണ് കേരളത്തിലെ വഖഫ് ബോർഡിന്റെ നിലപാട്. അതിന് വളം വെച്ചു കൊടുക്കുകയാണ് CPM. അല്ല, ഇതിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാല് ഇതിന്റെ പല കേസുകളും ഈ ഫറൂഖ് ഹൈക്കോടതി അടക്കമുള്ള സ്ഥലത്തെ പല രേഖകളും നേരത്തെ കോടതി വിധികളിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പഴയ പല ആധാരങ്ങളിലേക്ക് ഈ വഖഫ് എന്ന് പറയുന്ന വാക്ക് ഈ വഖഫ് ഉണ്ടായിരുന്നത് അത് അന്നത്തെ രീതികൾക്കനുസരിച്ചിട്ട് വരുന്ന സാധനം. ഈ ഇഷ്ടദാനം കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ് വരുന്നത്. അത് വഖഫ് എന്ന് പറയും. അതാണ് അതിന്റെ മീനിങ്. ശരിക്കും പറഞ്ഞാൽ ഈ സേട്ട് ഫറൂഖ് കോളേജ് ഇഷ്ടദാനം കൊടുക്കുമ്പോ വഖഫ് എന്ന് പറയുന്ന വാക്കായിരുന്നു ഉപയോഗിച്ചത്. ഭേദഗതി നരസിംഹറാവിന്റെ കാലത്ത് if it seems to വഖഫ് ബോർഡ് this property is വഖഫ് എന്നതിന്റെ അകത്ത് ചേർത്തല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ പിയേഴ്സന്റെ സ്ഥലം വഖഫ് എന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് പിയേഴ്സന് നോട്ടീസ് തന്നു കഴിഞ്ഞാൽ പിയേഴ്സൺ പെട്ടു. പിന്നെ ഇത് നമ്മൾ ഇതിന്റെ നമ്മൾ തെളിയിക്കണം. ആ ഒരു വിഷയം അന്ന് കോടതി ഈ ഫറൂഖ് കോടതിയിലേക്ക് കേസ് വരുന്ന സമയത്ത് പരിശോധിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞ ഈ അനവധാനത അല്ലെങ്കിൽ അശ്രദ്ധ മുനമ്പത്തുകാർക്ക് വല്ലാതെ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തം എന്താണെന്ന് അറിയോ സർ? നാളെ ഇപ്പോ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു ഒരു കൂട്ടര്. അതിൽ വല്ലാതെ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സമരസമിതി, ഇപ്പോൾ മുനമ്പം ഭൂസംരക്ഷണ സമിതി, അതിലെനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഹോൾഡ് കുറച്ചുണ്ട്. അപ്പോൾ അവരിപ്പോൾ സമരം നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് BJP, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതനുസരിച്ച് കുറച്ച് BJP അനുഭാവികളായ സമരസമിതിയിലെ തന്നെ ആളുകൾ വേറിട്ട് പോയിട്ട് മുനമ്പം സമരസമിതി എന്ന പേരിൽ അവർ അതേ സമയം തന്നെ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സമരം ഒരു ഭാഗത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഹൈബി ഈഡനും കൂട്ടരും ഒക്കെ ചെന്നിട്ട് ഈ P രാജീവും ഒക്കെ ചെന്നിട്ട് അവിടെ നാരങ്ങാനീര് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ചടങ്ങിനെ തുടർന്ന് തന്നെ അപ്പുറത്തെ വളപ്പിൽ സമരപ്പന്തലിൽ കെട്ടിയിട്ട് സമരം തുടരാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഏകമനസ്സോടെ ഈ പ്രശ്നപരിഹാരത്തിലേക്കല്ല. അല്ല, P രാജീവിന് അവിടെ സമരക്കാരുണ്ടോ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹമാണ് പോകുന്നത്. P രാജീവിന് സമരക്കാരില്ല. ഇല്ല. P രാജീവ് പ്രഖ്യാപനം നടത്തി പങ്കാളികളല്ല. CPM വഖഫ് ബോർഡിന്റെ കൂടെ ആണ്. പക്ഷേ CPM ഈ സമരത്തിൽ ഇല്ല. പക്ഷെ അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ രാജീവ് വരുന്നത് ഇത് സമരം അവസാനിപ്പിക്കാൻ വരുന്നത് വേറൊന്നുണ്ടല്ല. അവരിപ്പോ അവർക്ക് എന്താണ് നികുതി അടക്കാനായിട്ടുള്ള അനുവാദം, നികുതി അടക്കുകയും ചെയ്യുന്നു. അതെ, നികുതി അടക്കാൻ അടച്ചു തുടങ്ങി, ഏതാണ്ട് അടച്ചു. പക്ഷേ അപ്പോൾ അവർ ആവശ്യപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ തീരുമാനമാകും, ഞങ്ങൾക്ക് ഈ പോക്ക് വരവ് വേണം, ഞങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശം വേണം. അപ്പോൾ രാജീവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അടിയന്തരമായി പോക്കുവരവിനുള്ള കൗണ്ടറുകൾ എന്താണ് പറയാ, ഈ വിൻഡോ അടിയന്തരമായിട്ട് തുറക്കാം എന്നൊരു വാഗ്ദാനം കൂടി ആ കൂട്ടത്തിൽ. ഇതിന്റെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ കോടതി ഇതിനകത്ത് അവസാനം തീരുമാനം എടുത്തിട്ടില്ല.
ഇവർക്ക് അല്ല, ഫൈനൽ താൽക്കാലികമായിട്ട് തീരുമാനം വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ ഫൈനൽ താൽക്കാലികമാണ്. തീരുമാനം വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. യെസ്. അതുവരെയും ഈ പ്രശ്നങ്ങൾ എന്താണ് ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും എന്ന് പക്ഷെ ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട് ഇപ്പോൾ നികുതി അല്ല, പിരിക്കാൻ നികുതി അടച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യത്തോടെ സർവീസ് സൊസൈറ്റികളിലൊക്കെ പോയിട്ട് ഇവർക്ക് എന്ത് അത് ചെയ്യാൻ ചെയ്യാം പറ്റും. എടുക്കാനുള്ള സൗകര്യമാകും. അല്ല, മാത്രമല്ല സാർ, ഇതാണ് അതിന്റെ ഒരു നമുക്ക് advantage. മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ ഒക്ടോബർ 9 വിധി വളരെ നിർണായകമാണ്. ഇനി ഹൈക്കോടതിയിൽ, ഇനി സുപ്രീം കോടതിയിൽ പോയാൽ പോലും ആ വിധിയെ മറികടക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ അതികൃത്യമായി കാരണം ഈ ഒരു വിഷയം ഇത് വലിയ കേരളത്തിന്റെ ഒരു വലിയ വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ അത് ഒരു ഹൈക്കോടതി ദേശീയ തലത്തിൽ അതെ, തന്നെ വലിയ ദേശീയ തലത്തിൽ വിഷയമായി ചർച്ച വഖഫ് ചെയ്തതാണ്. ദേശീയ എത്ര തലത്തിൽ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു. അതെ. അപ്പൊ അതിന്റെ ഗൗരവം ഇപ്പോൾ കോടതി കാണുകയും അതിനനുസരിച്ച് കോടതി അത് പഠിച്ച് അത്യാവശ്യം വേണ്ട സാധനം എഴുതി വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം മൊത്തം വഖഫിന്റെയാണ്. ഉണ്ട്. ക്ഷേത്രഭൂമിയുണ്ട്. നമുക്ക് എന്തായാലും മുനമ്പത്തുകാരോട് ഒരു കാര്യം പറയാം. മുനമ്പത്തെ 614 കുടുംബങ്ങളിലെ 10,000-ഓളം മനുഷ്യരുടെ കിടപ്പാടം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനാവുമെന്നൊരു പ്രതീക്ഷ അവർക്ക് വന്നിട്ടുണ്ട്. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു. പക്ഷേ മുൻകാല സമരങ്ങളിൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇനി അങ്ങോട്ടുള്ള പോരാട്ടം അല്ല, ഇത്തരം സമരങ്ങളിൽ ഒരു പാർട്ടിയുടെ സമരവക്താക്കളായിട്ട് പോകുന്നതിന് പകരം ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സമരത്തിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവണം. അതെ, അതുകൊണ്ടായ അതിനുള്ള ഒരു ബോധം ഉണ്ടാവണം. എന്തായാലും കൊള്ളസംഘം CPM-ന്റെ കൂടെയാണെങ്കിലും പടച്ചോൻ മുനമ്പത്തുകാരുടെ കൂടെയാണ്. ഒന്നും പറയാനില്ല. സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.